ഹലോ ഡിയേഴ്സ്, നമുക്കിന്നൊരു കക്കയിറച്ചി അച്ചാർ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് നമ്മൾ കക്കയിറച്ചി നന്നായിട്ട് ഞെക്കി അതിൻ്റെ ആ ഒരു അഴുക്കൊക്കെ കളഞ്ഞെടുക്കണം. അങ്ങനെ നമ്മൾ മുഴുവൻ കക്കയിറച്ചിയുടെ ആ ഒരു അഴുക്കൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ നമുക്ക് കുരുമുളക് പൊടിയാണ് ഇടേണ്ടത്. അപ്പോൾ 1 സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ആ ഒരു മസാല നന്നായിട്ട് പിടിച്ച് വരാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം നമുക്കത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ആ ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതേ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് മസാല പുരട്ടി വെച്ചേക്കുന്ന ആ ഒരു കക്കയിറച്ചി ആ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ കക്കയിറച്ചി നന്നായിട്ട് മുരിഞ്ഞ് വരുന്നതാണ് നമ്മുടെ പാകം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നന്നായിട്ട് ആ ഒരു കക്കയിറച്ചി മൂപ്പിച്ച് എടുക്കാം. ഇവിടെ നമ്മുടെ ഇറച്ചി നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് കോരി എടുക്കാവുന്നതാണ്. ഇനി അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ പല പല ബാച്ചായിട്ടിട്ട് ആ ഒരു കക്കയിറച്ചി മുഴുവനും നമുക്ക് വറുത്ത് കോരി ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് മുഴുവനും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അച്ചാർ തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ വറുത്ത് വെച്ചേക്കുന്ന ആ ഒരു എണ്ണയിലോട്ട് ഇത്രയും കൂടി എണ്ണ ഒഴിച്ച് നമ്മൾ കടുക് പൊട്ടിച്ച് ഉലുവയും ഇട്ട് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇഞ്ചി ഇട്ടതിന് ശേഷം പച്ചമുളകും ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് തൊലി കളഞ്ഞ് വെച്ചേക്കുന്ന ആ ഒരു വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനായിട്ടൊരു 3 സ്പൂൺ മുളക് പൊടി നമ്മൾ ആ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കക്കയിറച്ചി അതിലേക്ക് ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ടത് മിക്സ് ചെയ്ത് ആ ഒരു മുളക് പൊടിയും കക്കയിറച്ചിയും ഒക്കെ നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അതിനകത്തോട്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വിനാഗിരി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ച് എടുക്കാം. അപ്പോൾ ആ ഒരു കക്കയിറച്ചിയും വിനാഗിരിയും ഒക്കെ കൂടെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കക്കയിറച്ചി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.